ഒന്ന് സുരേഷ് ഗോപി അനുഗ്രഹിച്ചാൽ മതി, ഒന്ന് ചീത്ത പറഞ്ഞ് കിട്ടിയാൽ മതി, എന്നാൽ പിറ്റേ ദിവസം CPM-കാർ ആ ഡെപ്പോസിറ്റ് വാങ്ങിക്കൊടുക്കും. അല്ലെങ്കിൽ വീട് തകർന്നു പോയവരെ, വീടില്ലാത്തവരൊക്കെ അങ്ങോട്ട് ചെന്നാൽ പുള്ളി ഒന്ന് അനുഗ്രഹിച്ച് കിട്ടിയാൽ മതി. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചീത്ത പറയുകയാണ്, ആട്ടി ഓടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആട്ടി ഓടിച്ചാൽ പിറ്റേ ദിവസം CPM-കാർ അങ്ങ് വീട് പണിത് കൊടുക്കും. സുരേഷ് ഗോപിയുടെ കലിങ്ക് മീറ്റിങ്ങുകളിലേക്കും മാൾത്തറ മീറ്റിങ്ങുകളിലേക്കും ജനം കുത്തി ഒഴുകുകയാണ്. എന്താണ് അതിൻ്റെ സീക്രട്ട് എന്നല്ലേ? അത് പറയുന്നതിന് മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കണ്ടാരന്തറയിൽ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്ത് എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയേനായിരുന്നു. സുഹൃത്താണ് ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയണ്ടേ. പുറത്താക്കെ. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറ് അതിനൂതനമായ പല പരിപാടികളും മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ കേട്ട് കാണും. ആൽത്തറ സമ്മേളനം, കലിങ്ക് സമ്മേളനം തുടങ്ങിയ പരിപാടികൾ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലിങ്ക് സമ്മേളനത്തെയും ആൽത്തറ സമ്മേളനത്തെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കണം കേട്ടോ. ഈ തമിഴ്നാട്ടിലൊക്കെ പണ്ട് ഈ നാട്ടുപ്രമാണിമാർ ആ നാട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും വിധി കൽപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ നാട്ടുപ്രമാണികൾ കൂടും. പിന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ചു ചേർത്ത് ആ വാദങ്ങളും പ്രതിവാദങ്ങളും കേട്ടിട്ട് ആ ശിക്ഷയും പുള്ളി അങ്ങോട്ട് നടപ്പിലാക്കും. അങ്ങനെ ആ പഴയ നാട്ടുപ്രമാണിയുടെ സ്റ്റൈലിലാണ് നമ്മുടെ സുരേഷ് ഗോപി സാറ് ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ തമിഴ് സിനിമയിലാണ് നാട്ടാമൈ എന്നൊക്കെ പറയുന്ന സിനിമയിലുണ്ട് പഞ്ചായത്ത്, കട്ടപ്പഞ്ചായത്ത് എന്ന് പറയും. അത് നാട്ടിലെ പ്രമാണിമാർ 10 പേര് അങ്ങനെ ഒരാള് പറഞ്ഞാൽ അനുസരിക്കും, ചെവി കൊടുക്കും, ഹൃദയം കൊടുക്കും എന്ന് പറയുന്ന കുറച്ച് വ്യക്തികൾ ഇരുന്ന് ചില വിഷയങ്ങളൊക്കെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകാതെ ഒതുക്കി തീർക്കുന്നുണ്ട്. അപ്പൊ അതാണ് സാറിന്റെ മനസ്സിലിരിപ്പല്ലേ? ആ മനസ്സിലായി, ആ പറഞ്ഞോളൂ. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. നമ്മുടെ സാറാണെങ്കിൽ ആദ്യം തന്നെ വലിയൊരു പ്രമാണിത്തം ചുമയുന്ന ഒരു സ്റ്റൈലൊക്കെ പ്രയോഗിക്കുന്ന ആളാണെന്ന് പലരും അപവാദങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം പുള്ളി പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണമെന്നും പൂണൂൽ ധരിച്ച ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്നൊക്കെ പുള്ളി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ആഢ്യത്വം ഇതൊക്കെ വേണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണെന്നാണ് പറയുന്നത്. ആ ആഗ്രഹത്തിനനുസരിച്ച് പുള്ളി ഇപ്പോൾ MP ആണ്. അപ്പോൾ ഈ മക്കളുടെ ജനങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ തമിഴിൽ പറയണതാട്ടോ ജനത്തിന്. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ആൽത്തറ സമ്മേളനം തമിഴ്നാട്ടിലുള്ള ആ ഒരു പുള്ളിയോ നമ്മുടെ സാർ ഓർമ്മിപ്പിച്ചത് കാരണം ഇവിടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മാതൃകയിൽ തൃശ്ശൂർ ജില്ലയിൽ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വമ്പൻ പരിപാടിയായിട്ട് അങ്ങോട്ട് തുടങ്ങി. ഒരു കലിങ്ക് പോയിരിക്കും. കലിങ്ക് പോയിരുന്നാൽ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. സത്യത്തിൽ റോഡ് സൈഡിലുള്ള കലിങ്കിലാണെങ്കിൽ ഈ പോലീസ് നിയമം അനുസരിച്ചിട്ട് ശിക്ഷ കാണുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ശരിയാണോ അല്ലയോ എന്ന് നമ്മുടെ പ്രേക്ഷകർ വിധിയിരുത്തണം. കാരണം റോഡിലെ കലിങ്കിൽ ഇരിക്കാൻ പാടില്ല. ഇരുന്ന പോലീസ് വരും, പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെയാണ് പണ്ട് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നിയമസാധ്യതയെപ്പറ്റി എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നമ്മുടെ MP പോയിരുന്നു. അങ്ങനെ കുറേ നേതാക്കൾ, ലോക്കൽ നേതാക്കളൊക്കെ ഇരുന്നു. അങ്ങനെ പാവങ്ങളങ്ങനെ ഈ പരാതികളുമായിട്ടൊക്കെ അങ്ങോട്ട് ചെന്നു. 1-2 സംഭവങ്ങൾ മാധ്യമങ്ങൾ വലിയ പൊക്കിക്കൊണ്ട് നടന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, വയസ്സായൊരു മനുഷ്യൻ, തനിക്കൊരു വീടില്ലാന്നും വലിയൊരു കാറ്റത്ത് തൻ്റെ വീടിൻ്റെ മേൽക്കൂരയൊക്കെ പറന്നുപോയി, അതുകൊണ്ട് അതൊന്ന് റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കണമെന്നും പറഞ്ഞ് ഈ MP-യുടെ മുന്നിൽ ഒരു കടലാസ് കഷ്ണം ഉണ്ടായി ചെന്നപ്പോൾ പാവം മനുഷ്യൻ അതങ്ങനെ എടുത്ത് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പുള്ളിയെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഒരു ചിരിച്ചിരിക്കുകയാണ്. ഈ വേല കയ്യിലിരിക്കട്ടെ മകനെ, അത് വേണ്ട കാരണം വരെ എന്നോട് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ്. ഇതങ്ങ് പിണറായി വിജയൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ നോക്കുന്നത് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇതൊന്നും MP-യുടെ മന്ത്രിയല്ല, ഞാനങ്ങ് രാജ്യത്തിൻ്റെ മന്ത്രിയാണ്. അപ്പം നമുക്ക് സംശയം തോന്നും, ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാന ആ രാജ്യത്തിലല്ലേ എന്നൊക്കെ ചില ദുഷ്ടശക്തികൾ, വിരോധികളൊക്കെ സാറിനോട് ചോദിച്ചു എന്നാണ് പറയാൻ കേട്ടത്. ശരിയാണ്, ഒരു MP-ക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എന്താവശ്യങ്ങളും ഓടി നടന്ന് പുള്ളി ചെന്ന് പൈസ കൊടുക്കുന്ന ആളാണ്.
എവിടെയുണ്ടെങ്കിലും അത് ഇലക്ഷന് മുമ്പായിരുന്നു വോട്ട് കിട്ടാനാണോ എന്ന് അറിയില്ല. എന്തായാലും ഇത് വലിയ വിവാദ വിഷയമാക്കി. അത് കഴിഞ്ഞ് 1-2 ദിവസം അടുത്തൊരു ആൽത്തർ സമ്മേളനത്തിലോ കലുങ്ക് സമ്മേളനത്തിലോ ഒരു സ്ത്രീ അങ്ങ് ചെന്നു. ഇ ഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. ചേച്ചി അധികം വർത്താനം പറയല്ലേ. ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ അതെ, അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പോയി ഇ ഡി പിടിച്ചെടുത്ത കാശ് പത്രക്കാരെടുത്ത് പറഞ്ഞാൽ മതി, തിരിഞ്ഞു പറഞ്ഞു. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വലിയ ജാഥ നടത്തി, ഞാൻ ഇവർക്ക് വഴി എവിടുത്തെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഒക്കെ പണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ജാഥ നടത്തിയ മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടിട്ട് എന്തായാലും ജയിച്ചു പോയല്ലോ, അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് എൻ്റെ ഡെപ്പോസിറ്റ് ഒന്ന് വാങ്ങിത്തരാൻ സഹായിക്കണമെന്നും പറഞ്ഞ് ഈ കടലാസുമായിട്ട് അങ്ങോട്ട് ചെന്നതാണ്. ഒന്നും പറയേണ്ട, ആ സ്ത്രീയെ ആകെ ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങോട്ട് എന്ത് പറയണോ അതിൻ്റെ വാക്കുപയോഗിക്കാൻ വളരെ മോശമാണ്. അങ്ങോട്ട് ചീത്ത പറഞ്ഞ് നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് ഇ ഡിയോട് ചോദിക്കുക. ഇ ഡി കോടിക്കണക്കിന് രൂപ വാങ്ങി വെച്ചിട്ടുണ്ട്, പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ബാങ്കിലേക്ക് അടക്കാൻ പറ, എന്നിട്ട് ഈ പണം മുഴുവൻ വാങ്ങിത്തരാൻ പറ എന്നൊക്കെ ഈ സുരേഷ് ഗോപി അങ്ങോട്ട് പറയാണ്. മുഖ്യമന്ത്രിയെ പോയി കാണുക എന്ന് പറയുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയേണ്ടത് എനിക്കൊരു മുഖ്യമന്ത്രിയെ അറിയില്ല, ആരെയും അറിയില്ല സാറേ, മന്ത്രിമാരെ അറിയില്ല, സാറും ഇവിടെ ഇങ്ങനെ ഒരു കലുങ്ക് സമ്മേളനം നടത്തുന്നതെന്നും പരാതികൾ സ്വീകരിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയും പുച്ഛിച്ച് ആ സ്ത്രീയെ പുറത്താക്കി എന്നാണ് ഈ വിരോധികൾ ചിലർ പറയണത്. എന്തായാലും അതും വലിയ വിവാദത്തിന് തിരികൊളുത്തി. പക്ഷെ ഒരു ഗുണം ഉണ്ടായി കേട്ടോ. ഇപ്പം സുരേഷ് ഗോപിയുടെ ഈ മീറ്റിങ്ങുകളിലേക്ക്, കലുങ്ക് മീറ്റിങ്ങുകളിലേക്ക് അല്ലെങ്കിൽ ആൽത്തർ മീറ്റിങ്ങുകളിലേക്ക് ജനം മുഴുകി എത്തുകയാണ് ഇതിന് ശേഷം. എന്താ അതിൻ്റെ ഗുട്ടൻസ് എന്ന് ആലോചിച്ചതാണ്. കാരണം ഈ പുള്ളി ചെന്നവരൊക്കെ ആട്ടി ഓടിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ആൾ ചെല്ലണമെന്നല്ലേ എല്ലാവരും സംശയിക്കുക. എന്നാൽ രസകരമായൊരു ട്വിസ്റ്റ് അവിടെയാണ് സംഭവിക്കുന്നത്. അവിടെ നിന്ന് ആരെയൊക്കെ സുരേഷ് ഗോപി ആട്ടി ഓടിച്ചിട്ടുണ്ടോ അവരെയൊക്കെ CPM പോയിട്ട് അങ്ങ് സഹായിക്കും. അവരൊരു നിമിഷം വൈകില്ല. ആ ചേട്ടനെ വീട് അന്വേഷിച്ച് ചെന്ന ചേട്ടനെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ CPMകാർ വീടുണ്ടാക്കി തരും ചേട്ടാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഓഫർ കൊടുത്തു. പിന്നെ ആ ചേച്ചിയെ കാണാൻ പോയി. ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങോട്ട് വാ, നമുക്ക് നേരെ ബാങ്കിൽ പോയിട്ട് പൈസ ഞങ്ങൾ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ നേരെ സൊസൈറ്റിയിലേക്ക് പോയി. അവിടെ പോയിട്ട് ഒരു 10,000 രൂപ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. 1,65,000 മറ്റവർക്ക് കിട്ടാണ്ട് എന്നൊരു 10,000 കൊടുത്തിട്ട് അവരെ തൽക്കാലം പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവർ പറഞ്ഞു, കണ്ടാരന്തറയിൽ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്ത് എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയേനായിരുന്നു. ബാങ്കിന്റെ ആളുകളെ കണ്ടു, എനിക്ക് കാശ് കിട്ടി, വളരെ സന്തോഷമായി, മരുന്ന് മേടിക്കാൻ കാശായി. ഇനി വാങ്ങിച്ചു കൊടുക്കുമോ CPM എന്നുള്ളത് കണ്ടറിയാം കേട്ടോ. അത് ആ പരിപാടി കഴിഞ്ഞോട് ഉപേക്ഷിച്ച് പോകുന്ന സാധ്യതയാണ് കാണുന്നത്. തുടർന്നും അവർക്ക് പൈസ കിട്ടാനുള്ള സാധ്യത എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അതിനുശേഷം എങ്ങനെയെങ്കിലും ഈ കലുങ്ക് മീറ്റിങ്ങിലോ ആൾത്തർ മീറ്റിങ്ങിലോ പോയിട്ട് ഈ സൊസൈറ്റിയിലെ ഡെപ്പോസിറ്റുകാരൊക്കെ ഇപ്പോൾ അങ്ങോട്ട് ഒഴുകുകയാണെന്നാണ് പറയണത്. ഒന്ന് സുരേഷ് ഗോപി അനുഗ്രഹിച്ചാൽ മതി, ഒന്ന് ചീത്ത പറഞ്ഞ് കിട്ടിയാൽ മതി, എന്നാൽ പിറ്റേ ദിവസം CPMകാർ ആ ഡെപ്പോസിറ്റ് വാങ്ങിക്കൊടുക്കും. അല്ലെങ്കിൽ വീട് തകർന്നു പോയവരെ, വീടില്ലാത്തവരൊക്കെ അങ്ങോട്ട് ചെന്നാൽ പുള്ളി ഒന്ന് അനുഗ്രഹിച്ച് കിട്ടിയാൽ മതി. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചീത്ത പറയുകയാണ്, ആട്ടി ഓടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആട്ടി ഓടിച്ചാൽ പിറ്റേ ദിവസം CPMകാരങ്ങ് വീട് പണിത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജനം മുഴുവൻ ഈ ഇവിടേക്ക് ഒഴുകി എത്തുകയാണെന്നാണ് പറയുന്നത് നമ്മുടെ കലുങ്ക് മീറ്റിൽ. അങ്ങനെ സുരേഷ് ഗോപി ഭയങ്കര ഹാപ്പി. കാരണം കലുങ്ക് മീറ്റിങ്ങിലേക്ക് ആളുടെ തള്ളിക്കയറ്റമാണ്. ഇതാണ് രാഷ്ട്രീയക്കാരൻ്റെ സൂത്രം. പുതിയ പുതിയ തന്ത്രങ്ങളുമായിട്ട് രാഷ്ട്രീയത്തിൽ എങ്ങനെ പയറ്റി തെളിയാമെന്ന് സുരേഷ് ഗോപി തെളിയിച്ചു കഴിഞ്ഞു. അതിന് പെട്ടുപോയത് സത്യത്തിൽ ഈ CPMകാരാണ്. കാരണം എങ്ങനെയെങ്കിലും ഈ 2 വോട്ട് കിട്ടുക ഇവരുടെ വകയില്ല. ഇത് ഓൾറെഡി CPMന് കിട്ടുന്ന വോട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഇത് വലിയൊരു വാർത്തയൊക്കെ സൃഷ്ടിക്കാൻ കൊള്ളാമെന്നല്ലാതെ CPMകാർ വീടില്ലാത്തവന് വീട് കൊടുക്കണം, അതിലെന്തപ്പോൾ സംശയം? ആ സൊസൈറ്റിയിലെ ഡെപ്പോസിറ്റുകാർക്ക് എന്താ CPMകാർ ഇതുവരെ ഉണ്ടായിരുന്നില്ലേ? അവർ ആ ഡെപ്പോസിറ്റേഴ്സ് അവിടെ ഇല്ലേ? അവർക്ക് ഈ പണം കൊടുക്കണമെന്ന് ഇവർക്ക് അറിയില്ലേ? എന്തായാലും നല്ലൊരു പണി സുരേഷ് ഗോപി ഈ CPMകാർക്ക് വെച്ചു കൊടുത്തു. പക്ഷെ പുള്ളിയുടെ അടുത്ത് നിന്ന് ഒരു വാക്ക് വീണ് കിട്ടണം, ഒരു 4 തെറി പുള്ളി പറഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടു ആ സൊസൈറ്റിയിലെ ഡെപ്പോസിറ്റേഴ്സും വീടില്ലാത്ത ആൾക്കാരും.
ഇനി മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് ചെന്ന് ചീത്ത പറഞ്ഞു കിട്ടിയാൽ അത് CPM-കാർ ചെയ്തു കൊടുക്കും എന്നുള്ളതുകൊണ്ട് ഇപ്പം വമ്പൻ തള്ളിക്കയറ്റാണ് ആ മീറ്റിങ്ങിലേക്ക്. അത് ഇനിയും തുടരണം എന്നാണ് പറയുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്തോ വിളിച്ചിട്ട് പുള്ളിയോട് ഇത്തിരി കോപത്തിൽ സംസാരിച്ചു എന്നാണ് കേൾക്കണത്. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. വരുന്ന ആളുകളിൽ ഈ കലുങ്ക് മീറ്റിംഗ് എങ്ങനെ പുരോഗമിക്കുന്നറിയാൻ മലയാളികൾക്ക് താല്പര്യമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇത് ദേശീയ മാധ്യമങ്ങളിലും വാർത്ത ചെയ്യുന്ന കേൾക്കണത്. അപ്പോൾ ശരിക്കും കുടി ചാടിയിരിക്കുന്നത് CPM ആണ് എന്നാണ് അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഈ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. എന്തായിരിക്കും ഈ കലുങ്ക് മീറ്റിങ്ങുകൾ ഗുണമുണ്ടാകുക ജനങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.